വെൽക്കം ടു IFC ഇൻട്രോവേർട്ടഡ് ഫിലിമിക് റൂം. അപ്പോൾ ഇന്ന് ഗോട്ടിൻ്റെ ട്രെയിലർ റിയാക്ഷൻ. ഒരുപാട് കാര്യങ്ങളോടൊപ്പം അതെ, അണ്ണേ വരാറ് വഴിവിട്. ഓ അണ്ണ വരാൻ വഴിവിട്. ഓ This is a new assignment. உங்களை லீட் பண்ண போறது ஒரு புது லீடர். 68 international successful operation. Hostage negotiator, field agent, spy. In short, he is the goat of SATS. குழந்தை நல்லா இருக்கு, ஒன்றும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சுலாம் டென்ஷன் இல்லை, காந்தியை நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்லை. சத்தியமா கொடுக்கூடாதா? ஏதாவது பொண்ணோட தொடர்பு இருக்குன்னு கொஞ்சம் சந்தேகமா இருக்கு. அறிவுகள் இன்னும் விஷயத்துக்கு ஃபேமிலியோட ஹாலிடே போவானா? அதுவும் பேங்காக்கு குடும்பத்தோட போவானா? அனுபவிச்ச இந்த பெயின காந்தியும் அனுபவிக்கலாம். இல்லப்பா, யூ ஆர் இன் டேஞ்சர். இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்குறேன். சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போகிறாங்க. வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? இது ஒரு வயசான என்ன? A lion is always a lion. You think you can stop me? You think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா ஐயா. ആ ടൈറ്റിൽ ആ 2D ആനിമേഷൻ മാത്രം മതി തിയേറ്റർ കത്താൻ. തിയേറ്റർ വേണ്ട ഇപ്പം കത്തിച്ചിട്ട്. കാരണം ഇപ്പോൾ മറ്റേ ലീവയുടെ മറ്റേ ആ ഒരു പോർഷൻ തന്നെ അല്ലേ? കാണാൻ ആൾക്കാർ കയറുമല്ലോ. അതെ, അതിൻ്റെ ഭയങ്കര ഫാൻ ബേസ് ഉണ്ടല്ലോ. എന്തായാലും ഈ പഴയ കുറേ ലുക്ക് എനിക്ക് ഇതിന്റെ അതെ, ഒരുപാട് റെഫറൻസ് ഉണ്ട്. അതായത് പുള്ളിയുടെ തന്നെ പടത്തിന്റെ കുറെ റെഫറൻസുകൾ പലയിടത്തും കിടപ്പുണ്ട്. പേടി റെഫറൻസുകളിൽ ഓവർ റിലൈ ചെയ്താല് പടത്തിനകത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ കാണാനുള്ള സംഭവമുണ്ട്, അതിനുള്ള പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് കുറച്ച് നാളായിട്ട് ഇല്ലാതിരിക്കും. അല്ല, ഐ എം വെയിറ്റിംഗ് കുറച്ച് നാളായിട്ട് ഇല്ലായിരുന്നു, അത് മാറ്റിയതാണ്. ചിലപ്പോൾ ഈ ഗ്യാപ്പിൽ കൈ കിട്ടി. അതെ, അതിപ്പോൾ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇതെനിക്ക് തോന്നുന്നു പഴയ ടൈപ്പ് വിജയ് സിനിമകളാന്ന് തോന്നുന്നു. മറ്റേ സ്റ്റോറി ബേസ്ഡ് ഇല്ലാത്ത വിജയ് ഫാൻസിന് കൂടുതൽ. അത് തന്നെ. കാരണം പുള്ളിയുടെ ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു പടം കൂടെ കൊണ്ട് പരിപാടി നിർത്തുകയാണ് എന്ന് പറയുന്ന സമയത്ത് ഇത് ശരിക്കും ഒരു ട്രിബ്യൂട്ട് പോലെ ഇതിനു മുമ്പ് ചെയ്ത പടങ്ങൾക്ക് എല്ലാത്തിനും. അത് കാരണം അതിനകത്ത് ഒരുപാട് സ്ഥലത്ത് അതുപോലെ മറ്റേ മങ്കാത്തയിലെ മറ്റേ ഒരു റെഫറൻസ് എലമെന്റ് ആണ്. ഇനി സത്യമാ കുടിക്കൂടാറാന്ന് പറയത്തില്ലേ, അത് പല റെഫറൻസ് ആണ്. അത് വെങ്കട് പ്രഭുവിന്റെ ചെറിയ ചെറിയ എലമെന്റുകൾ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഡൗട്ട്ഫുൾ എലമെന്റ്. അതായത് അല്ല, പുള്ളി സംഭവം എന്ന് വെച്ചാൽ പുള്ളി ഇപ്പം മാനാടിന് മുമ്പ് കുറച്ച് നാളത്തേക്ക് പുള്ളിക്ക് ഒരു മോശം സമയമായിരുന്നു. മാനാട് ഭയങ്കര ഹിറ്റായി കഴിഞ്ഞു. അതിനുശേഷം ചെയ്ത കസ്റ്റഡിയും അത്ര നന്നായിട്ട് വർക്കായില്ല. ഇനിയുള്ള ഇതാണ്. അപ്പോൾ ഇത് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി വിജയ് വെച്ച് പടം ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ മിസ് ചെയ്യുക എന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നുന്നില്ല പുള്ളി അതിൻ്റെ മാക്സിമം കൊടുക്കാനാണ് ചാൻസ്. കാരണം ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ടീസറോ അല്ലെങ്കിൽ ഇതിലൊക്കെ ഉണ്ടായിരുന്ന ചെറിയ നെഗറ്റീവ് പരിപാടിയൊക്കെ എനിക്ക് തോന്നി. ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. മേ ബി തിയേറ്ററിൽ ചിലപ്പം അതെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രസമുണ്ട്. പാട്ടുകൾ കൊണ്ട് കുറച്ച് ട്രോള് ഏറ്റുവാങ്ങിയെങ്കിലും BGM നല്ല രസമുണ്ട് കേൾക്കാൻ. അത് ഡെഫിനറ്റ്ലി. അല്ല, ശങ്കർ രാജ എപ്പോഴും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിൽ പുള്ളി മെയിനാണ്. അത് പുള്ളി മെയിനാണ്. ഈ അനിരുദ്ധൊക്കെ വരുന്നതിന് മുമ്പ് തമിഴ്
മറ്റേ അല്ല ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്ന അത് തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ് പുള്ളി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊള്ളാം, സംഭവം നല്ല രസമുണ്ട്. വിഷ്വൽസ് പിന്നെ ഒരു വലിയ പേടി CG യുടെ കാര്യമാണ്. CG എത്രത്തോളം അല്ല മറ്റേ കുറച്ച് ഒരു 15 വയസ്സോ അങ്ങനത്തെ ഒരു ചെറുതാണ് അത്രയും ചെറുതായിട്ടൊരു കാണിക്കുന്നത് അതാണ് അത് മറ്റേ ഡിഏജിങ് പരിപാടി ചെറു വളരെ കാണിച്ചു. അത് 2 ഷോട്ടൊന്നും ഉണ്ട് അതിനകത്ത്. മറ്റേ ഒരു ക്ലോസപ്പും ഒരു വൈഡും ഉണ്ട്. ആ ലാസ്റ്റ് 2D ആനിമേഷനിൽ ആക്ച്വലി ഒരുപാട് സാധനം കാണിക്കുന്നുണ്ട്. എനിക്ക് കുറെ ഏജിന്റെ കുറെ ഗ്യാപ്സ് കാണിക്കുന്നുണ്ട്. ഉണ്ടാവും. അല്ല അത് ആ ഷോട്ട് കൊള്ളായിരുന്നു. മറ്റേ എന്താ ചെറുപ്പം കാണിച്ച ഷോട്ട് കൊള്ളായിരുന്നു. പക്ഷെ അവിടെ മറ്റേ എപ്പോഴും ഈ DH ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസിൽ ഫീലിങ്സ് അറിയാൻ പറ്റത്തില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ ലിപ്പ് അനക്കുന്നു, നമ്മുടെ ഡയലോഗ് വരുന്നു എന്നുള്ളൊരു സംഭവം. പടത്തിലൊക്കെ DH ചെയ്ത് കഴിഞ്ഞാൽ ഡിഏജിങ് ഷോട്ട് എന്ന് പറഞ്ഞാൽ സ്ലോ മോഷൻ ആക്കി കുറച്ച് നേരം നിർത്തും. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാം. നോർമലി ട്രീറ്റ് ചെയ്താൽ കുഴപ്പമില്ല. അല്ല അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ നമ്മൾ കുറച്ച് നേരം ശ്രദ്ധിക്കും. അതെ അങ്ങനത്തെ ഒരു ഷോട്ട് ഉണ്ട് ഇങ്ങനെ സ്ലോ മോഷൻ. അതല്ലാതെ മറ്റേത് നോർമലി പോയത് നല്ലതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അത് ഇതിന്റെ കൂടുതൽ ബ്ലെൻഡ് ആയിട്ട് നോക്കണം. അപ്പൊ ഈ പുതിയ വിഗ് അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് വരുമ്പോഴാണ് കുറച്ച് ടീനേജും അത് കഴിഞ്ഞ് വരുന്ന മറ്റേ യൗവനകാലം രണ്ടും വർക്ക് ചെയ്ത പരിപാടിയാണ്. അതെ അത് വലിയ തെറ്റില്ല. മറ്റേ ടീസർ ഇറങ്ങിയ സമയത്ത് ഈ മകൻ വിജയുടെ റോളിന്റെ ഫേസ് കുറച്ച് കുറച്ച് കിട്ടിയായിരുന്നു. ഇത് കിട്ടിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് വേ ബെറ്റർ ആ സാധനം. പിന്നെ ട്രെയിലറിന്റെ കട്ട് കുറച്ച് ബഹളമാണ്. അറിയാലോ. അല്ലാതെ പടത്തിൽ ഇച്ചിരിയുടെ നമുക്ക് സംഭവങ്ങൾ എന്താന്ന് കുറച്ചുകൂടെ ഇത് 2 പ്രാവശ്യം കാണേണ്ടി വന്നു ഒന്ന് മനസ്സിലാവാന്ന് വെച്ചാൽ നമുക്ക് ഇനിയും കണ്ടാൽ ഇനിയും കുറച്ച് സംഭവങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നു. അതെ അത് ആ ഒരു സ്പീഡ് ഇതിന്റെ ട്രെയിലർ ഡീകോഡിങ് ചെയ്യണം. നല്ല രസമായിരിക്കും. പക്ഷേ വിജയ് ഫാൻ തിയേറ്ററിൽ കയറി അതെ തളപതി വെറിയനാണ്. തളപതി വെറിയൻ. വേറൊരു കാര്യം അണ്ണ വരാ വഴിയെ വരെ ചേട്ടാ വേറെ സംഭവം ശ്രദ്ധിച്ചോ? അതായത് മറ്റേ ഇത് ഈ പടത്തിന്റെ ടീസറൊക്കെ ഇറങ്ങിയ സമയത്ത് ഇതിനെപ്പറ്റി ടീസറിന് മുമ്പ് തന്നെ ഇതിന്റെ കഥയെ പറ്റിയ ഐഡിയ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതായത് മറ്റേ ജെമിനി മാന്റെ ആ ഐഡിയ ഒക്കെ ആണെന്ന് പറയുന്നുണ്ട്. അതായത് മനസ്സിലായി. അത് പക്ഷെ ഇത് ഈ ട്രെയിലർ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല. ഒരു യൂഷ്വൽ പാറ്റേൺ ഉള്ള പടമാണെന്ന് തോന്നുന്നു. അത് തന്നെ ഇപ്പൊ ട്രെയിലർ വേണമെങ്കിൽ അത് കംപ്ലീറ്റ്ലി മൊത്തം ആ സംഭവം എല്ലാം ഹൈഡ് ചെയ്തിട്ട് നമ്മളെ കാണിച്ചിരിക്കുന്ന വേറൊരു എലമെന്റ് ആയിരിക്കും. റൂമേഴ്സ് ഉണ്ടല്ലോ അതിന്റെ ആണ് അല്ലെങ്കിൽ ടൈം ട്രാവൽ എന്ന പരിപാടിയാണ്. അതെ ടൈം അതൊക്കെ കുറച്ച് പറയുന്നുണ്ട്. പടം ട്രെയിലർ തുടങ്ങി മറ്റേ ബീസ്റ്റിന്റെ ചില ഛായ തോന്നിയ മറ്റേ തോക്കൊക്കെ എടുത്ത് വെടിയേക്കുന്ന ഷോട്ടൊക്കെ സ്റ്റാർട്ടിങ്ങിലുള്ള. അപ്പൊ അങ്ങനെ അവതരുന്നാൽ ബീസ്റ്റ് ഗോട്ട് ഒറ്റ പേരാണ്. അല്ലല്ലോ ബീസ്റ്റ് ബേസിക്കലി എനിക്ക് ഈ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യുന്ന അതിന് ഭയങ്കര സ്കോപ്പുള്ള പടമല്ലായിരുന്നു. അല്ല ട്രെയിലറിന് അതിനും ഇത്ര ഹൈപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ഈ സ്റ്റാർട്ടിങ് കുറച്ച് ഷോട്ടുകൾ ഇങ്ങനെ തോക്കെടുത്ത് വെടിയേക്കുന്നത് അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് 3 മിനിറ്റ് 2:52 ഉണ്ടല്ലേ ട്രെയിലർ 2 മിനിറ്റ്. പക്ഷേ ട്രെയിലർ ഭയങ്കര എൻഗേജിങ് ആണ്. ഭയങ്കര ഒരുപാട് സംഭവം നടപ്പുണ്ട്. നല്ല ഓളം സൃഷ്ടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു സംഭവം. എന്തായാലും പിന്നെ വെങ്കട് പ്രഭുവിൽ അതിപ്പോ ബീസ്റ്റിന് ഓളം ഉണ്ടായിരുന്നില്ല. ഇവ മറ്റേ വെങ്കട് പ്രഭുവിൽ ഇപ്പോഴും 50-50 ചാൻസേ ഉള്ളു. കാരണം പുള്ളി നമുക്ക് അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല പുള്ളി ഇപ്പം. പണ്ട് അങ്ങനെ ആയിരുന്നു. ഇനിയും പാട്ടുകളുണ്ടോ? ഇതുവരെ ഇറങ്ങിയത് ഒരു ഓഡിയോ ലോഞ്ച് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു. അതായത് ഈ പാട്ടിന് ഭയങ്കര നെഗറ്റീവ് കിട്ടിയതിന് ശേഷം ഓഡിയോ ലോഞ്ച് ക്യാൻസൽ ചെയ്തു. ഇനി ട്രെയിലറും പിന്നെ ഡയറക്റ്റ് പടം റിലീസുമാണ് എന്നുള്ള ലൈനാണ്. പ്രൊമോഷൻ മെറ്റീരിയൽ ഇനിയിപ്പോൾ എന്തെങ്കിലും വന്നാലേ ഉള്ളൂ. പോസ്റ്റേഴ്സ് കാണുമായിരിക്കും. അതല്ല അങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു ഇൻസൈഡ് ടോക്ക് വന്നത്. പക്ഷേ അറിയില്ല ഇനിയിപ്പോൾ ഓഡിയോ ലോഞ്ച് ഇപ്പോൾ ഈ ട്രെയിലറിന് നല്ലൊരു റിസപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പറയാൻ പറ്റത്തില്ല ഓഡിയോ ലോഞ്ച് അങ്ങനെ ഒരു മേക്കപ്പ് എന്തോ അത്ര അത് ഒരു നോർമൽ തമിഴ് പടത്തിന്റെ എനിക്കിപ്പോൾ പടം കാണുമ്പോൾ അല്ലേ ഇപ്പം ഇവർ ആ ജെമിനി മാൻ അല്ല ആ എലമെന്റ് ഒക്കെ പറഞ്ഞല്ലോ ക്ലോണിങ് അതൊക്കെ ലൈക്ക് അതൊന്നും നമ്മൾ ട്രെയിലറിനകത്ത് അങ്ങനത്തെ ഒരു എലമെന്റ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു യൂഷ്വൽ തമിഴ് പടം ലൈനിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഷോട്ടല്ല മറ്റേ ടീനേജ് വിജയ് സംസാരിക്കുന്ന സമയത്ത് ഇപ്പുറം ഓപ്പോസിറ്റ് ഇരിക്കുന്ന വയസ്സനായ വിജയ് അതാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്. അതാ പറഞ്ഞ ഇവരിപ്പോ ട്രെയിലറിൽ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം അങ്ങനെ ഹൈഡ് ചെയ്തല്ലേ ഈ പണം തിയേറ്ററിൽ വന്ന് കാണുന്നവർക്ക് എന്തെങ്കിലും പുതുതായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നല്ല പരിപാടിയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഈ കണ്ടതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ കണ്ടതിൻ്റെ എക്സ്റ്റൻഷൻ അല്ലാതെ പുതിയത് ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എലമെന്റ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അതായിരിക്കും ചിലപ്പോൾ ഈ പടത്ത് സേവ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ. കാരണം മാനാടിൻ്റെ ഒരു ഇതുണ്ടല്ലോ ആ ഒരു എഫക്റ്റ് ഇപ്പോഴും ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ഭയങ്കര ഇനീഷ്യൽ ആയിരിക്കും. ഇത് മാനാട് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കമന്റ് യൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് മാനാട് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അല്ല ഈ പടത്തിൽ കുറെ പേരുടെ ക്യാമിയോസിനെ പറ്റി അവർ പറയുന്നുണ്ട്. അല്ല ഇപ്പൊ ക്യാമിയോസ് ഉണ്ടെന്ന് ഒരു ഇങ്ങനെ എല്ലാ റൂമറാണ് വരുമ്പോ അറിയാം അവസാനം
അല്ല വിജയകാന്തിനെ മറ്റേ DI ചെയ്തൊരു അതൊക്കെ ഞാൻ കേട്ടായിരുന്നു. അത് നമുക്ക് അറിയില്ല, ഇത് വന്നാണ് അത് ഗ്രാമത്തില്. അത് തന്നെ ഇപ്പൊ ട്രെയിലറിനകത്ത് നമുക്ക് ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പടം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി പടത്തിൽ കുറച്ചധികം സാധനങ്ങൾ ഇവർ ഹൈഡ് ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ട്രെയിലറിൽ എന്ന് നമുക്ക് മനസ്സിലാവും. 1 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തല്ലേ? കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ടീസർ, ഇതിന് ഫസ്റ്റ് ടീസർ ഇറക്കിയില്ല. ടീസർ തന്നെ വളരെ ക്വിക്കായിട്ട് ഇറക്കിയൊരു സാധനം. അത് അതിനുവേണ്ടി ഒരു ബർത്ത്ഡേക്ക് വേണ്ടി വളരെ പെട്ടെന്ന് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്ത മറ്റേ VFX ബ്രേക്ക് ഡൗൺ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് വളരെ ക്വിക്കായിട്ട് ചെയ്തൊരു പരിപാടിയാണ്. പക്ഷേ ഇതിൽ കുറച്ചധികം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ നായികയെ കാണിച്ചിട്ടില്ലല്ലേ? ജസ്റ്റ് വന്നു പോയി, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കഥയിൽ അങ്ങനെ അത്രേ ഉണ്ടാവത്തുള്ളൂ തോന്നുന്നു അവരുടെ. എനിക്കൊന്ന് സ്നേഹക്കാരിയും കുറെ കൂടി റോൾ മകന്റെ ആയിരിക്കും. കാണാൻ വകുപ്പുണ്ട്. എല്ലാ പടവും ഞങ്ങൾ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ വർഷം കാണുന്ന. അങ്ങനെ പറയാൻ പറ്റത്തില്ല, എന്നാലും അല്ല ഈ പേര് അനർത്ഥമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, ഒരു തളപതി വെറിയന്റെ ആഗ്രഹമാണ്, അതാ സഹായിച്ചു കൊടുക്കണ്ട അല്ലേ. ഞങ്ങൾ ഇതിന്റെ ഒരു ട്രെയിലർ ഡീകോഡിങ്ങിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. കാര്യം ഇതിനകത്ത് കുറച്ചധികം ഇതിനകത്ത് എന്താണ് ഒളിഞ്ഞു കിടക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നിഗുണ്ടകൾ കണ്ടുപിടിക്കുന്ന പരിപാടിയായിരിക്കും അത്.